ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കഥയാണ്. ദേവകിയും വാസുദേവരും പ്രാർത്ഥനയുടെ ഫലമായി കൃഷ്ണൻ കംസനെ കൊല്ലുകയും അതിനുശേഷം ദേവകിയെ കാണാനായിട്ട് കൃഷ്ണൻ ചെല്ലണം. അപ്പോൾ ദേവകിക്ക് ചെറുപ്പത്തിലെല്ലാ ബാലലീലകൾ എല്ലാം കാണണം എന്നുള്ളൊരാഗ്രഹം തോന്നുകയും അങ്ങനെ കൃഷ്ണൻ ബാല്യകാലങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. മനക്കണ്ണിൽ ദേവിക്ക് കാണിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഈ കുട്ടി ഓടി നടക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്താണ് രുക്മിണി ദേവി ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ രുക്മിണി ദേവി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം, എനിക്ക് ഇതേപോലെ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനെ പൂജിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടണമെന്ന് ഭഗവാനോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് ഒരു ചെറിയ ബിംബമായി മാറി. ആ മാറിയത് കൊണ്ടുപോയി രുക്മിണി ദേവി ചന്ദനം കൊണ്ടാണ് അധികം സമയം പൂജിക്കാറ്. പൂജിച്ച് പിന്നെ ഇവരെ യുദ്ധമൊക്കെ കഴിഞ്ഞു അർജുനന്റെ എല്ലാ യുദ്ധങ്ങളും കഴിഞ്ഞ് ശ്രീകൃഷ്ണനും സമാധിയാവാനുള്ള സമയമായിപ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞ് അദ്ദേഹം പോവാനുള്ള സമയമായിപ്പോ ഈ രുക്മിണി ദേവി അർജുനനെ ഏൽപ്പിക്കുകയാണ് ഈ ശില. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കണം പറയണം. അങ്ങനെ അവരുടെ കാലവും കഴിഞ്ഞു. ലാസ്റ്റ് പ്രളയത്തിൽ പെടുകയും അവിടെ അടുത്തുള്ള ഒരു കപ്പൽക്കാരന് ഈ അങ്ങോട്ട് വിചാരിച്ചത് ചന്ദനക്കട്ടയെന്ന് വിചാരിച്ചിട്ട് കപ്പലിൽ കയറ്റി വെച്ചപ്പോ ഭയങ്കര പ്രളയം, കാറ്റും മഴയും വന്നപ്പോൾ ഒരു സന്യാസി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ജ്ഞാനദൃഷ്ടിയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പൊ അയാള് അവരെ രക്ഷിക്കണം, അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി രക്ഷിച്ച് ആ സന്തോഷത്തോടുകൂടി ഈ ക്യാപ്റ്റൻ ചോദിക്കണം, ഞാൻ എന്ത് സമ്മാനമാണ് നിങ്ങൾക്ക് തരേണ്ടത്, എൻ്റെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആ കപ്പിത്താനോട് പറയണം, നിങ്ങളുടെ കപ്പലിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചന്ദനക്കട്ടി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങൊരു സന്തോഷത്തോടുകൂടി കൊടുത്തയച്ചു. ഒടുവിൽ അത് കൊണ്ടുവന്ന് ജ്ഞാനദൃഷ്ടിയായ ഇദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അത് കൃഷ്ണ വിഗ്രഹം. അങ്ങനെ പ്രശസ്തി കേട്ട നമ്മുടെ ഉടുപ്പിയിൽ കൊണ്ട് സ്ഥാപിക്കണം. എല്ലാതും അതിൻ്റെതായ രീതിയിൽ സ്ഥാപിച്ചു. അതിനുശേഷമാണ് പിന്നെ അത്ഭുതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ഒരു കനകദാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ഭക്തിമാനാണ്. കൃഷ്ണനെ കാണണം എന്നുള്ള ചിന്ത. അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഭഗവാനെ അവിടെ വെച്ചേക്കുന്നത്. പക്ഷെ ഓരോ പ്രാർത്ഥിച്ച് അങ്ങനെ കൃഷ്ണന്റെ സ്തുതികൾ പാടിക്കൊണ്ടേയിരിക്കുന്ന കനകദാസന് അമ്പലത്തിലേക്ക് കയറ്റില്ല. അന്നൊക്കെ അങ്ങനെയാണ്, വലിയ ജാതിക്കാർക്ക് മാത്രം അമ്പലത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങോട്ട് സങ്കടമായി. എന്ന് വെച്ചാൽ എനിക്കൊന്നും കാണാൻ പറ്റണില്ലല്ലോ. അങ്ങനെ ഒരു 10-80 വയസ്സൊക്കെയായി ഇങ്ങോട്ട്. അപ്പോൾ ചെറിയൊരു കുടില് കെട്ടി അതിലാണ് അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നിട്ട് ഈ കൃഷ്ണസ്തുതിയോട് ചൊല്ലുന്നത്. അപ്പൊ തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു വിഷമമായി, ഇത്രയും കൃഷ്ണസ്തുതിയോട് ചൊല്ലിയിട്ട് കൃഷ്ണനെ ഒന്ന് കാണാനായിട്ട് അമ്പലത്തിലേക്ക് കടത്താൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഈ സന്യാസി മനസ്സുകൊണ്ട് വിചാരിക്കും, ഇയാളെ എന്തായാലും നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കടത്താം, അത്രയും കൃഷ്ണഭക്തനല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോ അന്ന് രാത്രി ഉണ്ണിക്കണ്ണൻ ഒരു ചെറിയൊരു കുട്ടിയുടെ രൂപത്തിൽ ചെന്ന് അദ്ദേഹത്തിന് ഭഗവാന്റെ കഴുത്തിലുള്ള ഭയങ്കര വില പിടിച്ച രത്നങ്ങളാണ് ഇപ്പോഴും കേട്ടാ. അത് കാണുമ്പോ അങ്ങനെ രത്നങ്ങളോട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കാണുമ്പോ തന്നെ സന്തോഷമാണ്. അപ്പോ അത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ കഷ്ടകാലം തീരാനാണെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കും. അപ്പൊ ഒരാണ് ദരിദ്രനായി ഇങ്ങോർക്ക് തന്നെ അത് കിട്ടിയപ്പോ ആള്
കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ ചെന്നപ്പോഴേക്ക് ഇവിടെ അത് കാണാനില്ല, ബഹളായി. അങ്ങനെ ഈ സന്യാസിയോട് ചെന്ന് പറയുമ്പോ സന്യാസി ജ്ഞാനദൃഷ്ടിയിൽ ഇങ്ങനെ കാണും, ഇങ്ങോരെ ചുറ്റും കൃഷ്ണൻ കിടന്ന് നടക്കണതും കൃഷ്ണൻ ഇദ്ദേഹത്തിന് മാല കൊടുക്കണമെന്നൊക്കെ കാണും. അപ്പോ ഇങ്ങോര് വന്നിട്ട് പറയും, ആ കനകദാസനല്ല എടുത്തത് കൃഷ്ണൻ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ ഒരു കയറ്റാന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു. എന്നിട്ടും ഇവർക്ക് കുറെ ആൾക്കാർക്ക് സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല കയറ്റാനുള്ള പരിപാടി. അന്ന് രാത്രി മോരിങ്ങനെ പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്കൊന്ന് മരിക്കുന്നതിന് മുപ്പാട് അങ്ങയൊന്ന് കാണണല്ലോ, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത്ര അടുത്തിരുന്നിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന കൃഷ്ണൻ പടിഞ്ഞാട്ടോക്ക് തിരിഞ്ഞു. പടിഞ്ഞാട്ട് തിരിഞ്ഞതിന് ശേഷം 9 ഹോളുകൾ ഉണ്ടാക്കി. അതിനുള്ളിൽ നിന്നാണ് കനകദാസന് ദർശനം കൊടുക്കുന്നത്. അപ്പോഴേക്കൊക്കെ കനകദാസന് കണ്ണൊക്കെ കാണാൻ പറ്റാതെ ആയി തുടങ്ങിയപ്പോ ഭഗവാൻ ഒരു പ്രത്യേക കണ്ണ് അവന് കൊടുക്കണം. എന്നിട്ട് എന്നെ കണ്ടോ ചോദിക്കണം. അപ്പൊ കണ്ടു. ഇനിയിപ്പൊ ലാസ്റ്റ് ആഗ്രഹം എന്താണ്, ഇനി ഈ നാട് മുഴുവൻ കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, എനിക്കിനി രാധാദേവിനെ മാത്രം കാണാനാണ് ആഗ്രഹം, അത് മാത്രം സാധിച്ചു തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ രാധാറാണിക്കപ്പം അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല, ഭക്തന് അത്രയും ഭക്തനാണ്. അങ്ങനെ രാധാറാണിയും കൃഷ്ണനും കൂടിയുള്ള ഒരു ദർശനം കൊടുക്കുകയും അദ്ദേഹത്തിനോട് പറയും, ഇനി നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റും, കുറച്ച് നാളും കൂടി നിങ്ങൾ നിറയെ സ്തുതികൾ പാടാറുണ്ട്, അതൊക്കെ ബുക്കുകളിലാക്കി ഓലകളിലാക്കി എഴുതി നിങ്ങൾക്ക് ഇനി ഭയങ്കര പ്രശസ്തി ആയതിനു ശേഷം നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് പറയുകയും അദ്ദേഹം അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ അമ്പലത്തിലേക്ക് അന്ന് കടക്കുകയും അതിൽ പിന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും കടക്കാനുള്ള ഒരു സൗകര്യം മറ്റേ സന്യാസി കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി സന്തോഷവാനായി. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കുറച്ച് ബുക്കുകളൊക്കെ എഴുതിയതിനു ശേഷം അദ്ദേഹത്തിന് മോക്ഷം കിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഉടുപ്പിയിൽ ഞങ്ങൾ പോയി. സന്തോഷമായി, കണ്ട് മതിയായില്ല. ഇപ്പൊ അതൊരു ട്രസ്റ്റ് പോലെയാണ്. അവിടെ കാലത്തൊട്ട് വൈകുന്നേരം ഒരു 12 മണി വരെയൊക്കെ ഗീതാപാരായണമാണ് ഏറ്റവും പ്രധാനം. ഗീത വായിച്ചുകൊണ്ടിരിക്കണം, മാറി 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 ആൾക്കാർ. അതിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭക്തിയാണ്. ഗീതാപാരായണം കഴിഞ്ഞ പിന്നെ അവിടെ വേറെ ശാന്തിമാര് വന്നിരിക്കും, വായിക്കുന്നവർക്ക് ബുക്ക് അനുഗ്രഹങ്ങൾ എല്ലാം കൊടുക്കും. അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഇപ്പൊ ട്രസ്റ്റാണ്. കാലത്തൊട്ട് അവിടെ ഭക്ഷണമുണ്ട്, എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം ഭക്ഷണം, ഒരു കുഴപ്പമില്ല. എല്ലാവരും പോയി അമ്പലമൊക്കെ കാണാം. എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്യുക. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ. ലൈക്ക് അടിക്കുക.